ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെ കാണാൻ എത്തുന്ന വാമൻ, ഞാൻ നിൻ്റെ പഴയ അമ്മാവനല്ല, പുതിയ അമ്മാവനാണെന്നും കണ്ണനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിക്കാൻ നോക്കിയാൽ തിരിച്ചടി എന്തെങ്കിലും കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കിയെന്നും നീ ചെയ്തതിൽ ഒരു തെറ്റും ഇല്ല എന്നെല്ലാം ചതി ഒളിപ്പിച്ചുകൊണ്ട് വാമൻ പറയുമ്പോൾ, അമ്മാവൻ ഇപ്പോൾ പറഞ്ഞത് 100% ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അമ്മാവന് തന്നെ കൊള്ളാമെന്ന് കണ്ണൻ പറയുമ്പോൾ, അവളെ നിനക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിക്കൂടെ, അവൾ നിൻ്റെ ഭാര്യയല്ലേ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ, എനിക്ക് ആരെയും വിശ്വാസമില്ല, പക്ഷേ അയാളുടെ വളകാപ്പ് ചടങ്ങ് ഇവിടെ തന്നെയാണ് നടത്താൻ പോകുന്നതെന്നും എന്തൊക്കെ ചെയ്തിട്ടും ഞാൻ അവരെ ഇവിടെ നിന്നും ഇറക്കി വിടാത്തത് മനുഷ്യത്വം ഉള്ളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഒരു പോറലുണ്ടായാൽ പിന്നെ എന്നിൽ നിന്നും ഒരു മനുഷ്യത്വവും ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ വാമനോട് തീർത്ത് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് തനിക്ക് മുൻപ് മഹാലക്ഷ്മി ഒരു കുഞ്ഞിനെ ലാളിക്കുന്നത് കരുണയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയോടുള്ള അടങ്ങാത്ത പകയും അസൂയയും ഉള്ളിൽ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകണമെന്ന ആഗ്രഹവുമായിട്ട് കരുണ ഉണ്ണിയെയും കൂട്ടി ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുന്നു. കരുണയെ പരിശോധിക്കുന്ന ഡോക്ടർ ടെസ്റ്റുകളെല്ലാം പോസിറ്റീവാണെന്നും അമ്മയാകാൻ ഒരു തടസ്സവും ഇല്ല എന്നും കുറിച്ചു തരുന്ന മരുന്നുകൾ കഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാനായിട്ടും പറയുന്നുണ്ട് കേട്ടോ അവരോട്. പിന്നീട് ഞാൻ എന്തിനാ ഇനി ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് കരുണ ചോദിക്കുമ്പോൾ, ഞാൻ ഇനി നിൻ്റെ മുന്നിൽ കെഞ്ചാനൊന്നുമില്ല, അന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് നീ എൻ്റെ ചെകിടത്ത് തല്ലി, ഇനി ആരുടെ മുന്നിലും ഞാൻ നട്ടല് വളക്കില്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, ലക്ഷ്മിയുടെ കുഞ്ഞ് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് വളരാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ കുഞ്ഞോ അതിന് എല്ലാ സൗകര്യങ്ങളും കൊടുക്കാനുള്ള കഴിവ് ഉണ്ണിയേട്ടനുണ്ടോ? എന്തിന് നമ്മുടെ കുഞ്ഞ് വളരാൻ പോകുന്നത് പോലും അയാളുടെയും അവളുടെയും വീട്ടിലല്ലേ? അവൾ ആ കുഞ്ഞിനെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി വളർത്തുമ്പോൾ നമ്മുടെ കുഞ്ഞ് ഒന്നുമില്ലാതെ ജീവിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് അവളുടെ കുഞ്ഞ് ജനിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. എൻ്റെ അച്ഛൻ ഇപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ്. ഉണ്ണിയേട്ടൻ്റെ കഴിവിൽ എനിക്കിപ്പോൾ കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്നെല്ലാം കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്. എന്തായാലും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ 2 ദിവസം നിന്നിട്ട് ഞാൻ തിരികെ വരാമെന്നും കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ മഞ്ജുവിനെയും സാഗറിനെയും കൂട്ടി കമലേശ്വരത്ത് എത്തുന്നതാണ്. അത് കണ്ട് ദേഷ്യം കൊണ്ട് വിരക്കുകയാണ് ഉണ്ണിയും ദുർഗയും. നീ എന്തിനാടാ കണ്ണ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇനി ഇടയ്ക്കൊക്കെ ഇവരിവിടെ വന്ന് എന്നോടൊപ്പം താമസിക്കുമെന്നും ഇവർ മാത്രമല്ല ചിലപ്പോൾ മാർക്കോയും ലോപ്പസും ഒക്കെ ഇവിടേക്ക് വരും. അത് ചോദ്യം ചെയ്യാനുള്ള ഒരവകാശവും നിങ്ങൾക്കില്ല. കമ്പനിയെയും കുടുംബത്തെയും തകർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത്തരക്കാരെ കമ്പനിയിൽ നിന്ന് വെട്ടിമാറ്റാൻ ഞാൻ മഹിയോട് പറഞ്ഞിട്ടുണ്ട്. ജോലി ചെയ്യാതെയല്ലേ ഇത്രയും കാലം നിനക്കും അമ്മാവനും മേഘനും ഒക്കെ ഞാൻ മാസാമാസം ശമ്പളം തരുന്നത്. ഇനി അത് ഉണ്ടാവില്ല. നീ മറ്റൊരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ തോമസ് സാറിൻ്റെ ജോലി കളഞ്ഞിട്ട് വരാൻ പറ്റില്ലെന്ന് സാഗർ പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിനക്ക് പകരം കമ്പനിയിൽ സാഗറിനെ നിയമിച്ചേനെ. വിശ്വാസവും കമ്പനിയോട് കൂറുള്ളവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതൊരിക്കലും നിനക്കില്ല. വെറുതെ ശമ്പളം തന്ന് കമ്പനിക്ക് ബാധ്യത ഉണ്ടാക്കി വയ്ക്കാൻ പറ്റില്ല. മഞ്ജുവും സാഗറും ഇവിടെ വരുന്നതിനോ താമസിക്കുന്നതോ ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ പോകേണ്ടവർക്ക് പോകാമെന്ന് വീണ്ടും ദുർഗയെയും ഉണ്ണിയെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഷോക്ക് തന്നെയാണ് കേട്ടോ കണ്ണൻ കൊടുക്കുന്നത്. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, മഞ്ജുവും സാഗറും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരികയും 2 ദിവസം എന്നോടൊപ്പം താമസിക്കുകയും ചെയ്യും. മഹിയുടെ പ്രസവം കഴിഞ്ഞാൽ ഇവരെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്തുന്നതിനെക്കുറിച്ച് ഞാനും മഹിയും ചിന്തിക്കുന്നുണ്ട്. അതൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇവിടെ നിന്ന് പോകേണ്ടവർക്ക് പോകാമെന്ന് വീണ്ടും അവരെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ കണ്ണൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ശേഷം എത്രയും പെട്ടെന്ന് ഇതിനൊരവസരം ഉണ്ടാക്കണം മോനെ, അല്ലെങ്കിൽ വഴിയെ പോകുന്നവരൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നത് നമ്മളെ കാണേണ്ടി വരുമെന്ന് ദുർഗ ഉണ്ണിയോടായിട്ട് പറയുമ്പോൾ, കണ്ണനും മഹാലക്ഷ്മിയും മാത്രമായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ മാർക്കോ അവർക്ക് രക്ഷകനായിട്ടുണ്ടല്ലോ, ആദ്യം അവൻ്റെ പുക കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. പിന്നീട് കാണിക്കുന്നത് പ്രതാപനും വാമനും കൂടിയിട്ട് ലക്ഷ്മിയെയും കണ്ണനെയും കൊലപ്പെടുത്താനുള്ള മറ്റൊരു പദ്ധതി, ഒരു ചതി ആസൂത്രണം ചെയ്യുന്നു. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, അവനെക്കൊണ്ട് ലക്ഷ്മിയെ കല്യാണം കഴിപ്പിച്ചതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ അനുഭവിച്ചതിനെ കണ്ണൻ്റെ സ്വത്തുക്കൾ. ഇപ്പോൾ ദാ അവൻ്റെ രക്തത്തിൽ ഒരു കുഞ്ഞു കൂടി വരാൻ പോകുന്നു. നമ്മൾ ആരെങ്കിലും ഇത് വിചാരിച്ചതാണോ എന്നെല്ലാം വാമൻ ചോദിക്കുമ്പോൾ, എൻ്റെ മോളുടെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വാമേട്ടാ. എന്ത് ചെയ്യാൻ, ലക്ഷ്മിയെ ചൊടിപ്പിച്ച് നിർത്താനും പറ്റാത്ത അവസ്ഥയായി. അവളെങ്ങാനും എല്ലാം കണ്ണനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പ്രതാപൻ പറയുമ്പോൾ, അന്ന് വിശ്വനാഥനോടൊപ്പം കണ്ണനും കൂടി പോയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എൻ്റെ മേഘൻ അവനെ ഈ അവസ്ഥയിലാക്കിയതും കണ്ണൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പഴയതിൻ്റെ ആവർത്തനം ഇവിടെയും സംഭവിക്കണം. തൻ്റെ ആയുധം ലോറിയാണ്, അത് തന്നെ ഒന്നുകൂടി പുറത്തെടുക്കണം. കണ്ണനും മഹാലക്ഷ്മിയും കാറിൽ സഞ്ചരിക്കുന്ന ഒരു ദിവസം
ആ കാറിലേക്ക് തൻ്റെ ലോറി പാഞ്ഞു കയറണം എന്നുള്ളൊരു ഞെട്ടിക്കുന്ന ചതി പ്രതാപന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വാമൻ. ഇല്ലെങ്കിൽ നമുക്കാർക്കും സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയില്ല എന്നും വാമൻ പറയുമ്പോൾ, അവരെ കൊന്നിട്ട് ജയിലിൽ പോകാനും ഞാൻ തയ്യാറാണ് വാമേട്ട. എൻ്റെ മോളുടെ ചിരിച്ച മുഖം കാണണം, എന്നിട്ട് കരുണമോളും ഉണ്ണിമോനും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ തൻ്റെ കൊലയാളിയായിട്ടുള്ള ലോറിയെ പുറത്തെടുക്കുകയും അതിനു വേണ്ടിയിട്ട് ഒരു വാടക കൊലയാളിയായിട്ട് ഡ്രൈവറെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും ഒരുമിച്ച് ബീച്ചിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് കാറിലേക്ക് ലോറി ഇടിപ്പിച്ച് അവരെ കൊല്ലാനുള്ള ഒരു പദ്ധതി പ്രതാപൻ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷേ കണ്ണനും മഹാലക്ഷ്മിക്ക് പകരം ഉണ്ണിക്ക് തന്നെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ അയാൾ വിശ്വനാഥനോടും കണ്ണനോടും വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ചതി അയാൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് കിട്ടുന്നു. മാത്രമല്ല ആക്സിഡൻ്റ് ഉണ്ടാക്കിയ ലോറി കാണുന്നതോടുകൂടി തന്നെ ഏതാണെന്ന് പോലീസ് കണ്ടെത്തുന്നതോടുകൂടി തന്നെ കണ്ണൻ ആ ലോറി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതാണ് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത ലോറി എന്ന് കണ്ണൻ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലിൻ്റെ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്